എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 2 മുതൽ 4 വരെ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ തരത്തിൽ നമ്മോട് ഇടപെടുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയം. കഴിഞ്ഞ ദിവസം നദി എന്ന തരത്തിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് കാറ്റുപോലെ തൻ്റെ വ്രതന്മാരുടെ മേൽ പതിഞ്ഞത് നമ്മൾ വായിച്ചു കേട്ടു. വായുവിൻ്റെ ചലനമാണ് കാറ്റ്. കാൽ ഊന്നുന്നത്, കുതിക്കുന്നത്, പായുന്നത് എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. മരുഭൂമിയുടെയും വനാന്തരത്തിൻ്റെയും സന്തതികളായിരുന്നു എബ്രായർ. അവർ ജീവിച്ച പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അവരെ വളരെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. എബ്രായരുടെ ദൈവിക ചിന്തയിൽ മണൽക്കാടും മരീചികയും ഇടിത്തീയും കൊടുങ്കാറ്റും നിറഞ്ഞു നിൽക്കുന്നു. 4 ദിക്കിൽ നിന്ന് വരുന്ന 4 കാറ്റുകൾ ദൈവിക ശക്തിയുടെ 4 ചാലുകളായി അവർ വ്യാഖ്യാനിച്ചു. ചുഴലിക്കാറ്റുകൾ മരുഭൂമിയിൽ ആകാശം മുട്ടി നിൽക്കുന്ന മണൽ തൂണുകളെ സൃഷ്ടിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. കൊടുങ്കാറ്റിൻ്റെ തക്സ എന്ന് വിശേഷിപ്പിക്കാറുള്ള 29-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു എന്ന് പ്രകീർത്തിക്കുന്നു. പ്രകൃതി ശക്തിയുടെ മറ്റൊരു പ്രതീകമായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമായി പ്രകീർത്തിക്കപ്പെടുന്ന 104-ാം സങ്കീർത്തനത്തിൽ ദൈവം മാരുതവാഹകനാണ്. അവൻ മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഭൂമിയുടെ 4 കോണുകളിലും 4 കാറ്റുകൾ അധിവസിക്കുന്നു എന്നും അവയുടെ അധികാരികളായ ദൂതന്മാർ അവയെ നിയന്ത്രിക്കുന്നുവെന്നും എബ്രായ ചിന്തകന്മാർ സങ്കല്പിച്ചു വന്നു. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ കാറ്റിൻ്റെ അദൃശ്യത, കാറ്റിൻ്റെ സാഹസികത, കാറ്റിൻ്റെ സാർവത്രികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാർവദേശീയത എന്ന തരത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന് കാറ്റിൻ്റെ അദൃശ്യതയാണ്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിൽ നിന്ന് ജനിച്ചവനെല്ലാം ഇപ്രകാരമാകുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നു. മതപണ്ഡിതൻ, പരീശൻ, ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം സ്ഥാനമാനങ്ങളുള്ള ആളായിരുന്നു നിക്കോദിമോസ്. യേശു യെരുശലേമിൽ ചെയ്ത അതിശയങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. യേശുവിൽ ആകൃഷ്ടനായി യേശു ഇസ്രായേൽ കാത്തിരിക്കുന്ന മശിഹ ആകണമെന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തുന്നു. അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ചവരാണ് യഹൂദർ. അവരുടെ രാജാവാണ് മശിഹ. അവർക്കുള്ളതാണ് മശിഹ സ്ഥാപിക്കുന്ന ദൈവരാജ്യം. യേശുവുമായി ഒരു രഹസ്യ അഭിമുഖം നടത്തി തൻ്റെ നിഗമനങ്ങൾ സ്ഥിരീകരിക്കാൻ നിക്കോദിമോസ് തീരുമാനിച്ചു. ഇതാണ് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു നിക്കോദിമോസിനോട് വ്യക്തമായി പറഞ്ഞു, നീ കാത്തിരിക്കുന്ന ദൈവരാജ്യത്തിൽ നീ ഉൾപ്പെടണമെങ്കിൽ, നീ പ്രതീക്ഷിക്കുന്ന മശിഹ നിൻ്റേതാകണമെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിലെ ജനനം പോരാ, നീ വീണ്ടും ജനിക്കണം.
ജഡിക ജനനമല്ല, ആത്മിക ജനനമെന്നൊന്നുണ്ട്, അത് നിനക്ക് ലഭിക്കണം. നിക്കോദെമോസ് ആകെ കുഴഞ്ഞു. എങ്ങനെയാണ് രണ്ടാമത് ജനിക്കുക? അപ്പോൾ വൃക്ഷത്തലപ്പുകളെ തഴുകി ഓടുന്ന കാറ്റിൻ്റെ മന്ത്രധ്വനി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. യേശു പറഞ്ഞു, കാറ്റിൻ്റെ രഹസ്യാത്മകത നിനക്കറിവുണ്ട്. എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് പറവാൻ കഴിയാത്ത വിധം അത്ര രഹസ്യമാണത്. സ്നാപക യോഹന്നാൻ പറഞ്ഞതും ഇങ്ങനെ ഒരു കാര്യമാണ്: ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് അതിൽ പങ്കാളികളാകുവിൻ. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മാവിൽ പുതുതായി ജനിച്ച് ദൈവരാജ്യം അവകാശമാക്കുക. നിന്റെ രണ്ടാം പിറവി കാറ്റിൻ്റെ നിഗൂഢത പോലെ അജ്ഞേയമാണ്, കാറ്റിൻ്റെ അദൃശ്യത പോലെ രഹസ്യാത്മകമാണ്. 2, കാറ്റിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ സാഹസികതയാണ്. വീണ്ടും ജനനത്തിൻ്റെ ഉപമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വേദഭാഗം പഴയ നിയമത്തിലുണ്ട്. ഇവിടെ ഒരു സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പുനർജനനമാണ് പ്രമേയം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്കുകളിൽ ഈ വീണ്ടും ജനനത്തിൻ്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ശാസ്ത്രം വളരെയേറെ അത്ഭുതാപകമായ കാര്യങ്ങൾ നേടിയിരിക്കുന്നു. ഹൃദയം പറിച്ചു നടുന്നത് പോലും ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഉണക്ക അസ്ഥികൾ ജീവൻ വെച്ച് മജ്ജയും മാംസവും പിടിപ്പിക്കുന്നതായി പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. അസ്ഥികൾ നിറഞ്ഞ താഴ്വര പരാജിതരും പലായിതരുമായ ജനസഞ്ചയത്തിൻ്റെ സാദൃശ്യമാണ്. ഉണക്ക അസ്ഥികളോട് പ്രസംഗിക്കാൻ ദൈവം പ്രവാചകനോട് പറയുന്നു. ചത്ത മനുഷ്യരോടും വചനം പ്രസംഗിക്കുക എന്നതാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി. ആത്മാവിലുള്ള ജനനം എന്ന് പറയുന്നത് പോലെ തന്നെ വചനത്താലുള്ള ജനനമെന്നൊന്നുണ്ട്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കളുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. അതുകൊണ്ട് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 നമ്മളത് കാണുന്നത്. വചനം പ്രസംഗിച്ചപ്പോൾ ജീവനുണ്ടായി, എന്നാൽ ശക്തിയില്ല. 4 കാറ്റിനോടും പ്രവചിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. കാറ്റ് ശക്തിയോടെ ആഞ്ഞടിച്ചപ്പോൾ ജനം ശക്തി പ്രാപിച്ച് നിവർന്ന് നിന്നു. 3, കാറ്റിൻ്റെ ഒരു സാർവത്രികതയാണ്. കാറ്റ് ഒരു വഴിയെ കടന്നു പോകുമ്പോൾ അത് കടന്നു പോകുന്ന സകലതിനെയും സ്പർശിക്കും. ഈ അർത്ഥത്തിൽ ഒരു കാറ്റിന് ഒരു സാർവത്രികതയുണ്ട്. ദൈവാത്മാവും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടുമ്പോൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നം കാണും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരും ദാസിമാരും ആത്മാവിനാൽ നിറയും. 4 ദിക്കിൽ നിന്നും വരുന്ന 4 കാറ്റുകൾ സാർവത്രികവും സാർവദേശീയവുമായ ആത്മാവിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്നു. പലതരം കാറ്റുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വടക്കൻ കാറ്റ് അവിശ്വാസത്താൽ മൂടിക്കെട്ടി നമ്മുടെ മനസ്സ് സംശയമാകുന്ന കാർമേഘത്താൽ ആവൃതമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആകാശം കാർമേഘഭൃതമാകുമ്പോൾ വടക്ക് നിന്ന് വരുന്ന വടതിക്കാറ്റ് അതിനെ അടിക്കും. എല്ലാ കാർമേഘത്തെയും ഓടിച്ചകറ്റുകയും സ്വർഗീയ സൂര്യൻ്റെ ശോഭ ദേശത്തെങ്ങും പരത്തുകയും ചെയ്യും. പടിഞ്ഞാറൻ കാറ്റ്. പലസ്തീനിൽ പടിഞ്ഞാറൻ കാറ്റ് എപ്പോഴും കൊടുങ്കാറ്റാണ്. തല്ലി തകർത്ത് കമ്പും ചില്ലിയും ചുരുട്ടിയൊടിച്ച് തൂത്തെറിയുന്ന ഈശാനമൂലൻ. സ്വയനീതി കൊണ്ടും നിഗളം കൊണ്ടും തടിച്ചു വീർത്തിരിക്കുന്ന ജനത്തിന്മേൽ ഈ പടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ അവരുടെ നിഗളം തൂത്ത് എറിയപ്പെടും. അങ്ങനെ അവർ താഴ്മ ധരിക്കും. അപ്പോൾ കർത്താവ് ഉയർത്തപ്പെടും. മറ്റൊന്ന് കിഴക്കൻ കാറ്റാണ്. അതിനെ ഉഷ്ണക്കാറ്റെന്നും പറയാറുണ്ട്. പച്ചയായി വളരുന്ന പല ദുഷ്കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. കണ്ണിൻ്റെ മോഹവും ജഡത്തിൻ്റെ ചിന്തകളും ജീവിതത്തിൻ്റെ പ്രതാപവും ചുട്ടുകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന കിഴക്കൻ കാറ്റായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വീശിയെങ്കിൽ, കിഴക്കൻ കാറ്റേ, ഞങ്ങളുടെ ജനത്തിൻ മധ്യേ അനുതാപം അയക്കണമേ എന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. തെക്കൻ കാറ്റാണ് 4-ാമത്തേത്.
അത് ഇമ്പമായ ഒരാശ്വാസപ്രദനാണ്. തെക്കൻ കാറ്റടിക്കുന്നത് പാലസ്തീനിൽ ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. പൂക്കൾ വിരിയുകയും പക്ഷികൾ പാടുകയും കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം. സുഗന്ധവാഹിയായ തെന്നിക്കാറ്റ് എത്ര സ്വാഗതാർഹമാണ്. ഭീരുക്കളും ദുഃഖം അനുഭവിച്ചവരുമായ ഒരു ജനത്തിന് സുഭിക്ഷതയുടെ ആശ്വാസദായകനാണ് തെക്കൻ കാറ്റ്. അതുകൊണ്ട് വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക. എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിൻ്റെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ഉത്തമഗീതം 4:16. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കാറ്റുപോലെ നമ്മുടെ മേൽ പതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വേദപുസ്തക ചില ഭാഗത്തിൻ്റെ അടയാളപ്പെടുത്തലോടുകൂടി നമുക്കും ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ചലനത്തിൽ, ആശ്വാസത്തിൽ, തലോടലിൽ നമുക്ക് ജീവിക്കാം, പുതുസൃഷ്ടിയാകാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ എഴുതപ്പെട്ട വചനം ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. കാറ്റായി അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞു വീശുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി ലഭിക്കുന്നു. ഞങ്ങളുടെ ജീവിതം തളിരിടുവാൻ, അത് കൂടുതൽ ഫലകരമാകുവാൻ, സുഗന്ധപൂർണമാകുവാൻ പരിശുദ്ധാത്മാവാകുന്ന കാറ്റിനെ ഞങ്ങൾക്ക് അയക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ നിറവിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.